അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെയൊക്കെ ഇടയിലുള്ള ചില ആളുകൾ പറയുന്നൊരു വർത്താനമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ എല്ലാവിധ ഇബാദത്തുകളും ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ പടച്ചവനിലേക്ക് അടുക്കാൻ ശ്രമിച്ചാലും എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു ദുരന്തം പിടിച്ച പോലത്തെ ഒരു ജീവിതമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ ഒരു തിരിച്ചറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനത്തെ ഒരു വർത്തമാനം നമ്മൾ പറയുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ചുറ്റുപാട് ഇങ്ങനെ നോക്കും, അല്ലേ? അവന് നമസ്കരിക്കണമില്ല, നോമ്പുമില്ല, ഒരു തരത്തിലുള്ള സൽക്കർമ്മമില്ല, പക്ഷെ ഓൻ്റെ ജീവിതമൊക്കെ എന്ത് ഹാപ്പിയാണെന്ന് പലരും ചിന്തിക്കാറില്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്തിട്ട് എൻ്റെ ജീവിതം എന്താ എന്നും ഇങ്ങനെ ദാരിദ്ര്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നുള്ളതാണ്. നമ്മൾ സത്യവിശ്വാസിയാണ്. നബി പറയുന്നുണ്ട്, ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അള്ളാഹു പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി അള്ളാഹുവിന് ഒരു അടിമയോട് കോപമുണ്ടായാൽ അവന് ദുനിയാവ് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ആ ഹദീസ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പിന്നെന്തില്ല, ദുനിയാവിൽ ഉള്ള ഒരു പ്രയാസം കാരണം പിന്നീട് അവൻ സങ്കടപ്പെടില്ല എന്നുള്ളതാണ്. മാത്രമല്ലേ, പരലോകത്തുണ്ടല്ലോ, ഒന്നാം റസൂൽ എന്നെ പഠിപ്പിച്ചെന്നില്ലേ, ധനികന്മാരാകുന്ന സത്യവിശ്വാസി അവരേക്കാൾ 500 വർഷം മുമ്പ് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിച്ച സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന. ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അപ്പം നിങ്ങൾ ചിന്തിക്കേ, നമ്മൾ ഈ ദുനിയാവത്തെ ഈ കഷ്ടപ്പാടൊക്കെ ഒരു നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ഒറ്റപ്പെടലൊക്കെ വരുമ്പോഴേ നമ്മൾ ദുഃഖിക്കാൻ നിൽക്കരുത്. അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഈ ഹദീസൊക്കെ പഠിച്ചിട്ടും ഇതിൽ നമുക്ക് സന്തോഷം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഗൗരവമായിട്ടൊന്ന് ചിന്തിക്കണം. എന്തിൻ്റെ പേരിലാണെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊരു തൃപ്തി വരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എവിടേക്കെയോ എന്തൊക്കെയോ ഒരു തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വിശ്വാസം നന്നാക്കുക. അള്ളാഹുവിൻ്റെ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ദീനീ രംഗങ്ങളിലൊക്കെ നമ്മളിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മളതിൽ ആർജവത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ. എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദീനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. ദുനിയാവിലും അത് നമ്മളെ രക്ഷിക്കും, ആഖിറത്തിലും അത് നമ്മളെ രക്ഷിക്കും. എല്ലാ നിലക്കും യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കുക. സ്വന്തത്തിനും നാടിനും കുടുംബത്തിനും എല്ലാവർക്കും നന്മ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വമായി ജീവിക്കാൻ അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.